ജിന്നിന് യാതൊരു തരത്തിലുള്ള അഭൗതികതയും കൽപ്പിക്കാതെ, പ്രാർത്ഥന മനസ്സിലില്ലാതെ, കേവലം പൂജാരിയോടുള്ള ഒരു ചോദ്യം പോലെ അമ്പലത്തിലുള്ള പിശാചിനോട് ചോദിച്ചാൽ അത് ശിർക്കാകുമോ? ഉനൈസ് പാപ്പനശ്ശേരി എന്ന് വരും. അമ്പലത്തിലെ പൂജാരിയോട് ചോദിക്കുന്ന പോലെ ഭൗതികമായ തേട്ടം അമ്പലത്തിലെ പൂജാരിയോട് ചോദിക്കുന്നത് പോലെയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ശൈത്താനോട് അല്ലാത്ത ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ശൈത്താനോട് പിന്നെ അത്ര വലിയ ബന്ധമുള്ള ആളുണ്ടെങ്കിൽ പിന്നെ ഓരോ നമുക്കറിയില്ല. ശൈത്താനുമായി അത്രയും ബന്ധം സ്ഥാപിച്ചവനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ പറഞ്ഞ ഇസ്തിംതാഴ് ഒരു പല കോലത്തെ അംഗങ്ങളൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ഇടപാടുള്ളവർക്ക് അറിയാമെന്നല്ലാതെ സാധാരണഗതിയിൽ വിശ്വാസിക്ക് ശൈത്താനുമായി അങ്ങേറ്റം വെറുപ്പാണുള്ളത്, ശത്രുതയുള്ളത്. ഓനോട് ഒരു ഭൗതികം ചോദിക്കാൻ പോലെ ഒന്നും ചോദിക്കാൻ പോലെ ഓനെ കണ്ടാൽ തന്നെ ഫത്തഹിദൂഹു അദുവ്വ എന്നാണ്. ഓനെ അദുവ്വായി കാണുക, ശത്രുവായി കാണുക. അതുകൊണ്ട് ശൈത്താനോട് ചോദിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. നേരത്തെ സലീംക്ക് പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് ഇപ്പൊ എന്താണെന്നറിയാം, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ജിന്നിനോട് ചോദിക്കാൻ ചാൻസ് കിട്ടണം എന്ന് തീരുമാനിച്ച് ഇഹ്റാം കിട്ടി ഇറങ്ങിയ പോലെ. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ജീവിതത്തിൽ ഒരിക്കലും ജിന്നിനോടോ ശൈത്താനോടോ ഒരൊറ്റ ചോദ്യവും ചോദിക്കാൻ നമുക്ക് യാതൊരു അനുവാദവുമില്ല. ഇനി ഭൗതികമായിക്കോട്ടെ അഭൗതികമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ചോദ്യത്തിൽ നമുക്ക് ചാൻസ് ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. എന്റെ ചോദ്യം, വല്ലാഹി അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും അബോധികമായി ഉപകാരോപദ്രവം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ലെന്ന് എൻ്റെ ഉറപ്പായ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, വല്ലാഹി ഉള്ളതാണ്. എന്നെ ചിരിച്ചോ, വല്ലാഹി CP സലീം ചിരിച്ച് കാണിച്ചോ, പിന്നെ ബാക്കിയുള്ളവരെ ഏറ്റിരിക്കുക. വല്ലാഹി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. ആ അമ്പലത്തിലെ ആളുകളോട് എന്നോട് പറയുന്നത്, ശരി സുഹൃത്തെ, ഞാൻ ചോദിക്കണം, ഞങ്ങളെല്ലാരും ഇപ്പൊ അമ്പലത്തിനെത്താനുള്ളത് കുഞ്ഞനംകുത്തനാണ്. അപ്പൊ നേരത്തെ ചോദിച്ചാലോ അമ്പലത്തില്, നിങ്ങളും അമ്പലത്തില്, എല്ലാരും ഇപ്പൊ അമ്പലത്തേക്കാ. അപ്പൊ അവർ ദയവായത് സലഫി പള്ളി ഒഴിഞ്ഞു തരാം, നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോളി. സലഫിയുടെ പള്ളി സലഫിയെ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഞാൻ അമ്പലത്തിൽ പോവാണ് എന്ന് പറഞ്ഞ് ആ വഴിക്ക് പോവുക. അപ്പൊ എല്ലാരും ഇപ്പൊ തോന്നുക